നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. അതിരപ്പിള്ളി വെറ്റിലപ്പാറയ്ക്ക് സമീപം കാട്ടാനാക്രമണത്തിൽ 65കാരൻ കൊല്ലപ്പെട്ടു. വൈശ്ശേരി പുല്ലേർക്കാട്ട് മോഹനനാണ് മരിച്ചത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ. വന്യജീവി ആക്രമണം തടയാൻ തന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്ന വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ധനവില വർധനവിനെതിരായ പ്രതിഷേധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് AIYF. വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഒളിവ് ജീവിതം നയിക്കുകയാണെന്ന് AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പറേരി. ദേശീയപാത വാണിയമ്പാറയിൽ തുടർച്ചയായ 3-ാം ദിവസവും വാഹനാപകടം. ടിപ്പറിന് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറി 2 പേർക്ക് പരിക്ക്. ദേശീയപാത കുറുമാലിയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പഴയന്നൂർ കയറുംപാറയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ നിന്നും 17 ലക്ഷം രൂപ കവർന്ന ജീവനക്കാരൻ പിടിയിൽ. പ്രതി സൂര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്ന്. മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രിയിൽ ഡോക്ടറില്ല. മറ്റത്തൂർ, കോടശ്ശേരി, വരന്തരപ്പിള്ളി പഞ്ചായത്തുകളിലെ ജനങ്ങൾ വലയുന്നു. വിശദാംശങ്ങളിലേക്ക്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 4 വരെയുള്ള ഏത് ദിവസവും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കേരള തീരം തൊടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. കടൽക്ഷോഭത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. അതിരപ്പിള്ളി വൈശ്ശേരിയിൽ കാട്ടാനാക്രമണത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഹർത്താലും റോഡ് ഉപരോധവും നടത്തി. വൈശ്ശേരിയിലെ പല്ലാർക്കാട്ട് വീട്ടിൽ 63 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2:45 സംഭവം. സഹോദരൻ സന്തോഷിന്റെ വീട്ടുപറമ്പിൽ ആന കാർഷിക വിളകൾ നശിപ്പിക്കുന്നതറിഞ്ഞെത്തിയതാണ് മോഹനൻ. ഒപ്പം മറ്റൊരു സഹോദരൻ രതീഷും അയൽവാസി സ്റ്റെഫിയും ഉണ്ടായിരുന്നു. കനത്ത ഇരുട്ടായതിനാൽ ആന നിൽക്കുന്ന സ്ഥലം വ്യക്തമല്ലായിരുന്നു. സന്തോഷിന്റെ വീടിന് മുന്നിലുള്ള റോഡിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന പന്തം കത്തിച്ചു നോക്കിയപ്പോഴാണ് 20 മീറ്റർ അകലെ നിൽക്കുന്ന ആനയെ മോഹനൻ കണ്ടത്. 3 പേരും കൂടി തിരിഞ്ഞോടുന്നതിനിടെ മോഹനൻ താഴെ വീണു. ഓടിയെത്തിയ ആന ഇയാളെ തുമ്പിക്കൈക്ക് തട്ടിത്തെറിപ്പിച്ചു. വീണ്ടും അടുത്തെത്തി നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. ആനയുടെ ചിഹ്നം വിളി കേട്ട് ജനൽ തുറന്നു നോക്കുമ്പോൾ ജ്യേഷ്ഠനെ ചവിട്ടി നിൽക്കുന്ന ആനയാണ് കണ്ടതെന്ന് സന്തോഷിന്റെ ഭാര്യ ലത പറഞ്ഞു. ഭയങ്കര ഒരു അലർച്ച പോലെ കേട്ടപ്പോഴാണ് അനിയന്റെ കരച്ചിലും കേട്ടു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ജനലക്കൂടെ പുറത്തേക്ക് നോക്കിയത്. അപ്പൊ നമ്മൾ നല്ല ഉറക്കത്തിലായിരുന്നു. നോക്കിയപ്പോ ചേട്ടാ അവിടെ കിടക്കണത് കണ്ടേ. വാതിൽ തുറന്ന് ഓടി വന്നപ്പോ കിടക്കണ് എനങ്ങിയില്ല. അപ്പൊ തന്നെ അനിയനും ഉണ്ടായിരുന്നു. ഈ അയൽവക്കത്ത് ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പൊ തന്നെ വണ്ടി വിളിച്ച് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ബോധം കെട്ടാണ്, അങ്ങനെ ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ ആന തുമ്പിക്കൈക്ക് തട്ടിയിട്ടിട്ട് ഇങ്ങനെ തട്ടി കൊണ്ടുവന്നു പറഞ്ഞത്. ആന തിരിച്ചുപോയ ശേഷം രതീഷും അയൽവാസികളും ചേർന്ന് മോഹനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2 ആഴ്ചയായി ആനകൾ പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞ് കാർഷിക വിളകൾ നശിപ്പിക്കുകയാണെന്ന് മരിച്ച മോഹനന്റെ സഹോദരി ഗിരിജ പറഞ്ഞു. ആന വന്നപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ചു വന്ന് വിളിച്ചിട്ട് പോയതാ. ചേട്ടനും അനിയനും ആ കൊച്ചും കൂടെ പോയി പന്തം കത്തിച്ച് കാണിച്ചു. അവൾക്ക് ഓടി ആന വന്ന് തട്ടിയിട്ടുകൊണ്ടൊന്ന് ചവിട്ടിക്കൊണ്ടു. ശല്യമുണ്ട്. 4 ദിവസമായിട്ട് പറമ്പിലുള്ളതെല്ലാം നശിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അരൂർമുഴിയിൽ റോഡ് ഉപരോധിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. പിന്നീട് വനമന്ത്രി ഷിബു ബേബി ജോണുമായി MLA ഫോണിൽ ആശയവിനിമയം നടത്തി. വനമന്ത്രി പരിഹാര നടപടികൾ ഉറപ്പു നൽകിയതിനെ തുടർന്ന് റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരാൻ തീരുമാനമായിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. വന്യജീവി ആക്രമണം തടയാൻ തന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. എന്നാൽ അതിന് അതിന്റേതായ സമയമുണ്ടാകുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു.
തോട്ടം തൊഴിലാളിയായ കുണ്ടായി സ്വദേശി കൊല്ലേരി അഷ്റഫിന്റെ മൂരിക്കുട്ടിയാണ് ചത്തത്. മൂരിക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കുണ്ടായി ചൊക്കണ്ണ റോഡിൽ എസ്റ്റേറ്റ് ക്യാന്റീന് സമീപത്താണ് പുലി ഇറങ്ങിയത്. വനപാലകരെത്തി സ്ഥലത്ത് പരിശോധന നടത്തി. മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 ആഴ്ച മുൻപ് പാലപ്പിള്ളിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായയെയും കൊന്നിരുന്നു. പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്ധനവില വർധനവിനെതിരായ പ്രതിഷേധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് AIYF. ജനം നട്ടം തിരിയുമ്പോൾ വിഷയത്തിൽ ഇടപെടാതെ തൃശൂരിന്റെ MP കൂടിയായ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഒളിവ് ജീവിതം നയിക്കുകയാണെന്ന് AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പറേരി കുറ്റപ്പെടുത്തി. AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇരുചക്ര വാഹനങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VK വിനീഷ്, TP സുനി, ലിനി ഷാജി, മണ്ഡലം സെക്രട്ടറി GM അഖിൽ, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, പ്രസിഡന്റ് KA അഭിറാം എന്നിവർ സംസാരിച്ചു. എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനമാണ്. പിന്നീടാണ് മറ്റു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കുമെന്ന് പറയുന്ന BJPയുടെ തുടർച്ചയായ പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ തൃശൂർ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാഹനം കെട്ടിവലിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധന മൂലം പ്രതിസന്ധിയിലായ ഓട്ടോ തൊഴിലാളികളുടെ മിനിമം ചാർജ് വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ സബ്സിഡിയോടെ ഇന്ധനം നൽകുന്നതിന് നടപടി സ്വീകരിക്കുകയോ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AT ജോസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, ട്രഷറർ IR മണികണ്ഠൻ, PB ബിജു, സുനിൽ മങ്കിടി, PK സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത വാണിയമ്പാറയിൽ ടിപ്പറിന് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടം. പിക്കപ്പ് വാൻ ഡ്രൈവർക്കും കൂടെ ഉണ്ടായിരുന്ന യുവാവിനും പരിക്കേറ്റു. തുടർച്ചയായി 3-ാം ദിവസമാണ് വാണിയമ്പാറയിൽ അപകടമുണ്ടാകുന്നത്. പാലക്കാട് ദിശയിലേക്ക് പോകുന്ന ട്രാക്കിൽ 3 വരിയിൽ നിന്നും 2 വരിയിലേക്ക് ചുരുങ്ങുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. മുന്നിൽ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നറിൽ ഇടിക്കാതിരിക്കുന്നതിനായി കാർ വേഗത കുറച്ചപ്പോഴായിരുന്നു അപകടം. അപകട സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി വെച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ എടുത്തുമാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോൺക്രീറ്റ് സ്ലാബുകൾ എടുത്തുമാറ്റാമെന്ന് പോലീസ് നൽകിയ ഉറപ്പിന്മേലാണ് അപകടത്തിൽപ്പെട്ട വാഹനം എടുത്തുമാറ്റിയത്. ദേശീയപാത കുറുമാലിയിൽ ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ചിറ്റിശ്ശേരി സ്വദേശിയായ കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറിന് മുൻപിലുണ്ടായിരുന്ന സ്കൂട്ടർ പെട്ടെന്ന് U-ടേൺ തിരിയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഈ സമയത്ത് കാർ ബ്രേക്ക് ഇട്ടെങ്കിലും നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. പഴയന്നൂരിലെ കയറുംപാറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ടെക്സ്റ്റൈൽ നിർമ്മാണ സ്ഥാപനത്തിലെ പൂജാമുറിയിൽ നിന്ന് 17 ലക്ഷം രൂപയടങ്ങിയ ലോക്കറുമായി മുങ്ങിയ ജീവനക്കാരനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. കമ്പനിയിലെ ജീവനക്കാരനും തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിയുമായ സൂര്യയാണ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത്. സ്ഥാപന ഉടമയുടെ എല്ലാ നീക്കങ്ങളും അറിയാവുന്ന പ്രതി തിങ്കളാഴ്ച രാത്രിയാണ് ആസൂത്രിതമായി കവർച്ച നടത്തിയത്. സ്ഥാപന ഉടമയായ തിരുവില്ലാമല കുത്താമ്പുള്ളി സ്വദേശി വിഷ്ണു കോയമ്പത്തൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയ സമയത്തായിരുന്നു കവർച്ച. കവർച്ച ചെയ്ത തുകയുമായി കമ്പനി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഉടമയുടെ സുഹൃത്ത് സത്യമൂർത്തിയുടെ സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. യാത്ര കഴിഞ്ഞ് ചൊവ്വാഴ്ച പുലർച്ചെ മടങ്ങിയെത്തിയപ്പോഴാണ് കമ്പനി ഉടമ വിഷ്ണു മോഷണ വിവരം അറിഞ്ഞത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് പലവട്ടം അപേക്ഷ ക്ഷണിച്ചിട്ടും പുതിയ ഡോക്ടർമാരെ ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു. ജനസംഖ്യയിലും വിസ്തൃതിയിലും ജില്ലയിലെ വലിയ പഞ്ചായത്തുകളിലൊന്നായ മറ്റത്തൂർ പഞ്ചായത്തിലുള്ളവരും പുറമെ സമീപത്തെ കോടശ്ശേരി, വരന്തരപ്പിള്ളി പഞ്ചായത്തുകളിൽ നിന്നുള്ളവരും ഈ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സ തേടി വരുന്നുണ്ട്. ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ രാത്രി 7 മണി കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്.
മേഖലയിലുള്ളവർക്ക് രാത്രിയിൽ ചികിത്സ ലഭിക്കണമെങ്കിൽ സ്വകാര്യ ക്ലിനിക്കുകളെയോ ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിലെ താലൂക്ക് ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. മഴക്കാലം തുടങ്ങിയതോടെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നത് കണക്കിലെടുത്ത് മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ രാത്രികാല സേവനം അടിയന്തരമായി പുനരാരംഭിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ധനപാലൻ അന്തരിച്ചു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 76 വയസ്സായിരുന്നു. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാ അംഗമായി. 2014 തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. പറവൂർ നഗരസഭാ അംഗം, മിൽമ ചെയർമാൻ, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കൊടകരയിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ജൂൺ 1 മുതൽ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നു. പുതിയ പരിഷ്കാരം അനുസരിച്ച് തിങ്കളാഴ്ച മുതൽ വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പഴയ ദ്വാരക ജംഗ്ഷൻ പരിസരത്ത് നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യണം. ആളൂർ, ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള യാത്രക്കാർക്കായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്റ്റോപ്പ് ഉണ്ടായിരിക്കില്ല. ദ്വാരക ജംഗ്ഷൻ കഴിഞ്ഞാൽ മേൽപ്പാലം ജംഗ്ഷനിലായിരിക്കും അടുത്ത സ്റ്റോപ്പെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിശദീകരിച്ചു. ട്രാഫിക് നമുക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ആശുപത്രി ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ആളുകളെ ഇറക്കി വിടുന്നു എന്നുള്ള സംവിധാനം മാത്രമാണ് ഇവിടെ നിലവിലുണ്ടാകുന്നത്. പക്ഷേ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ കയറാനും കൂടി ഇവിടെ വന്ന് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇറക്കി വിടുന്ന 1 മിനിറ്റ് മാത്രമല്ല, തിരിച്ച് കയറുന്നതിനുള്ള സമയം കൂടി എടുക്കുമ്പോൾ ഇവിടെ ഗതാഗതം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും ആർടിഐ കമ്മിറ്റി നമ്മളിപ്പോൾ ഈ സാധനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി 11 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ കേസിൽ പ്രതിക്ക് 76 വർഷം കഠിന തടവും 7,60,000 രൂപ പിഴയും ശിക്ഷ. എടക്കുന്നി പനയമ്പാടം സ്വദേശി തായ്പറമ്പത്ത് വീട്ടിൽ പ്രേംലാലിനെയാണ് തൃശൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി രമ്യ മേനോൻ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി K. സൂരജ് കോടതിയിൽ ഹാജരായി. വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം മുറിച്ചു. കേടുപാടുകൾ സംഭവിച്ച് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ആൽമരം താന്ത്രിക വിധിപ്രകാരം മുറിച്ചുമാറ്റിയത്. തന്ത്രി ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് മരം മുറിച്ചത്. വൈകാതെ ഇവിടെ പുതിയ ആൽമരം നടും. കൊടകര ടൗണിലെ മേൽപ്പാലം ജംഗ്ഷനിലുള്ള സർവീസ് റോഡരികിലെ വിളക്കുകാൽ കാടുമൂടുന്നു. മേൽപ്പാലം ജംഗ്ഷനിൽ നിന്ന് ഗാന്ധിനഗർ ഭാഗത്തേക്കുള്ള റോഡരികിൽ സ്ഥാപിച്ച തെരുവ് വിളക്കുകാലിലാണ് വള്ളിച്ചെടികൾ പടർന്നു കയറിയിട്ടുള്ളത്. വിളക്കുകാലിനോട് ചേർന്നുള്ള കാനയുടെ സ്ലാബുകളും വള്ളിപ്പടർപ്പുകൾ മൂടിക്കിടക്കുകയാണ്. മഴക്കാലം തുടങ്ങുന്ന സാഹചര്യത്തിൽ വിളക്കുകാലിലെ വള്ളിപ്പടർപ്പ് വെട്ടിനീക്കിയില്ലെങ്കിൽ സർവീസ് റോഡിലേക്കുള്ള വെളിച്ചം തടസ്സപ്പെടുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. CITU രൂപീകരിച്ചതിന്റെ 56ാം വാർഷികാഘോഷ പരിപാടികൾ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നടന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ പതാക ഉയർത്തി. വിവിധയിടങ്ങളിൽ PR പ്രസാദൻ, PG വാസുദേവൻ നായർ, AV ചന്ദ്രൻ, PC ഉമേഷ്, PK വിനോദൻ, സന്തോഷ് പാറളം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവേള. Discover is love right go there. La crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. വലിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് നേതാവ് സെലക് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പ്രേംകുമാർ, നേതാക്കളായ ഇബ്രാഹിം അൻവരി, ഹംസ നരൂത്ത, ഇബ്രാഹിം വിരുപ്പാക്ക തുടങ്ങിയവർ നേതൃത്വം നൽകി. വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും തൃശൂർ താലൂക്ക്
ഫാർമേഴ്സ് ആൻഡ് ലേബേഴ്സ് ഡെവലപ്മെന്റ് സഹകരണ സംഘവും കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റും ചേർന്ന് തൃശൂരിൽ കർഷക ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് ഇൻചാർജ് ബിന്ദു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘം മുൻ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. സംഘം ഡയറക്ടർമാരായ AG നാരായണൻ, VA കൃഷ്ണൻ, അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, ഡോളി കുര്യാക്കോസ്, സെക്രട്ടറി VR വിനീത എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് കാവനാട് വാർഡിലെ അംഗനവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. 33-ാം നമ്പർ അന്നപൂർണ അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവം വാർഡംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സരള മോഹൻ അധ്യക്ഷത വഹിച്ചു. അംഗനവാടി വർക്കർ KA സീബ, ഹെൽപ്പർ MB ജിനി എന്നിവർ സംസാരിച്ചു. ചിറ്റാറ്റുകരയിൽ സംഘടിപ്പിച്ച CITU-വിന്റെ 56-ാം സ്ഥാപക ദിനം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. TD സുനിൽ അധ്യക്ഷത വഹിച്ചു. KS പ്രമോദ്, സുനിയ സുനിൽ, KS സദാനന്ദൻ, കൃഷ്ണൻ തുപ്പത്ത്, MR രാജു എന്നിവർ സംസാരിച്ചു. സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി CITU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. CITU മണലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് TI ചാക്കോ അധ്യക്ഷത വഹിച്ചു. PG സുബിദാസ്, KS സദാനന്ദൻ, KS പുഷ്പാകരൻ, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് ദീപ്തി അംഗനവാടിയിലെ മദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. ചങ്ങാതിക്കൂട്ടത്തിന്റെ സഹകരണത്തോടെ അംഗനവാടിയിൽ ചേർന്ന യോഗത്തിൽ പെരിങ്ങാട് മേഖലയിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന ഉദ്ഘാടനം ചെയ്തു. 8-ാം വാർഡ് അംഗം KK ലിഷ അധ്യക്ഷത വഹിച്ചു. ചങ്ങാതിക്കൂട്ടം പ്രതിനിധി ബ്ലസി ആന്റണി, ജോൺ പുലിക്കോട്ടിൽ, മേരി പീറ്റർ, രുക്മിണി ഐനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KM അഷ്റഫ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. KCEU ഏരിയ സെക്രട്ടറി MS സിദ്ധൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ PT ദേവസി, TK ശിവൻ, PA ബൈജു, KA മനോജ് എന്നിവർ സംസാരിച്ചു. വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോക്കാൻ ഇന്ത്യയുടെ 43-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. എടത്തുരുത്തി KC കാളിക്കുട്ടി സ്മാരക നിലയത്തിൽ നടന്ന വാർഷികാഘോഷം കൊടുങ്ങല്ലൂർ DYSP P പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട്, വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ട്രഷറർ അനന്യ സന്തോഷ്, ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് റഫറി CP ഗോപകുമാർ, നാഷണൽ റഫറി V അജയകുമാർ എന്നിവർ സംസാരിച്ചു. രണ്ടും ഹോംവർക്ക് ചെയ്തത് മരത്തങ്കോട് സന്മനസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം അധ്യക്ഷനായി. ട്രസ്റ്റ് ചെയർമാൻ KK സൈഫുദ്ദീൻ, ജനറൽ കൺവീനർ K അബു താഹിർ, ഹബീബ് കോയ തങ്ങൾ, അലി ഹാജി, AY അനസ്, ഗഫൂർ കുളങ്ങര വളപ്പിൽ, സിദ്ദിഖ് നാറാണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കൊടകര വിദ്യാർത്ഥി കൂട്ടായ്മ അനുമോദിച്ചു. VS സുധീർ അധ്യക്ഷത വഹിച്ചു. കൊടകര ഉണ്ണി, KB ഉണ്ണികൃഷ്ണൻ, മനോജ് വലിയപുരയ്ക്കൽ, ബിജു വാസുപുരം, സൂരജ് മറ്റത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ബാലവേദി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ചിത്രകലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചുണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. ചിത്രകലാ അധ്യാപകൻ ബാലൻ ചാലശ്ശേരി, ബാലവേദി ജില്ലാ ചെയർമാൻ ഷാജി കാക്കശ്ശേരി എന്നിവർ ക്ലാസുകൾ നയിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK രവീന്ദ്രൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TP ജോസഫ്, ലോക്കൽ സെക്രട്ടറി രഞ്ജൻ മാത്യു എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കൊരട്ടിക്കര മൈത്രി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി ശശികുമാർ ചാലിൽ മുള്ളത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. രാജൻ അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുലപ്പിള്ളി,
പ്രഭാത് മുല്ലപ്പിള്ളി, ഉണ്ണി മടയിൽ, സജി പന്നിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. പാറേക്കോട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ വിൽസൺ ഇരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. KSUവിന്റെ 69ാം പിറന്നാൾ മുണ്ടത്തിക്കോട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. KSU നേതാവ് ആഷ് ബിൻ ജോയ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റാഫി പുതുരുത്തി പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ, ഡോക്ടർ ജോയൽ മഞ്ഞില, KR റോഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തും അനന്ത IAS അക്കാദമിയും സംയുക്തമായി സൗജന്യ IAS കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. 5ാം ക്ലാസ് മുതൽ ബിരുദതലം വരെയുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച സെമിനാർ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സുഭാഷ് ചന്ദ്രൻ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വിനയൻ തോട്ടാപ്പിള്ളി, മിനി ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ സംഘടിപ്പിച്ച വായനാ കളരി ബാലവേദി ക്യാമ്പ് സമാപിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നൌമി പ്രസാദ് അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി തീഷ രാധാകൃഷ്ണൻ, AV സതീഷ്, TN അജയ്കുമാർ, KA കൊച്ചുമോൻ, MM പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 19ാം വാർഡ് മയൂഖം അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുതിയതായി പ്രവേശനം നേടിയ 13 കുട്ടികൾക്കും സമ്മാനം നൽകി സ്വീകരിച്ചു. അംഗനവാടിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CG ജോൺ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം NK കബീർ അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് അംഗം സതി മണികണ്ഠൻ, അംഗനവാടി വർക്കർ നബീസ, CK സുമ, റെയ്സി ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനി വിദ്യ സേവിയറിനെ മറ്റത്തൂർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉന്നതിയിലെത്തി അനുമോദിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KR ഔസേപ്പ്, CC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ AA റഫീഖ്, KR ശശികുമാർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ശാസ്താപൂവം ആദിവാസി ഉന്നതിയിലെ ഊരുമൂപ്പൻ സേവിയറിന്റെ മകളാണ് വിദ്യ. തിരൂർ സ്വദേശിയുടെ പുരയിടത്തിലെ തെങ്ങിലുണ്ടായ 4 കണ്ണുള്ള നാളികേരം കൗതുക കാഴ്ചയാകുന്നു. കുഴിക്കാട്ടിൽ കുട്ടപ്പന്റെ വീട്ടുമുറ്റത്തെ 30 വർഷം പ്രായമുള്ള തെങ്ങിലാണ് 4 കണ്ണുള്ള നാളികേരം വിളഞ്ഞത്. വീട്ടുപയോഗത്തിനായി നാളികേരം പൊതിച്ചപ്പോഴാണ് കൗതുക കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. നാളികേരത്തിന് 4 കണ്ണുണ്ടാകുന്നത് അപൂർവമാണെന്നും ജനിതകപരമായ വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുമാണ് വിദഗ്ധരുടെ അഭിപ്രായം. അന്തിക്കാട് പഞ്ചായത്തിലെ പുത്തൻപീടിക ഉദയം അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം CL ജോബി അധ്യക്ഷത വഹിച്ചു. അംഗനവാടി അധ്യാപകരായ KN അഞ്ജലി, TK സതി, ആശാവർക്കർ ഹേമ സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. 5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. അതിരപ്പിള്ളി വെറ്റിലപ്പാറയ്ക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ 65കാരൻ കൊല്ലപ്പെട്ടു. വൈശ്ശേരി പുല്ലേർക്കാട്ട് മോഹനനാണ് മരിച്ചത്.
സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ. വന്യജീവി ആക്രമണം തടയാൻ തന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ധനവില വർധനവിനെതിരായ പ്രതിഷേധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് AIYF. വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഒളിവ് ജീവിതം നയിക്കുകയാണെന്ന് AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പാറയിൽ. ദേശീയപാത വാണിയമ്പാറയിൽ തുടർച്ചയായി 3-ാം ദിവസവും വാഹനാപകടം. ടിപ്പറിന് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറി 2 പേർക്ക് പരിക്ക്. ദേശീയപാത കുറുമാലിയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പഴയന്നൂർ കയറുംപാറയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ നിന്നും 17 ലക്ഷം രൂപ കവർന്ന ജീവനക്കാരൻ പിടിയിൽ. പ്രതി സൂര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്ന്. മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രിയിൽ ഡോക്ടറില്ല. മറ്റത്തൂർ, കോടശ്ശേരി, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ ജനങ്ങൾ വലയുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.